2020 പുറത്തിറങ്ങിയ ഒരു ജാപ്പനീസ് ആനിമേറ്റഡ് സീരീസാണ് ഇൻഫിനിറ്റ് ഡെൻഡ്രോഗ്രാം. 6.1 റേറ്റിംഗേ ഉള്ളൂ. ഈ ഒരു സീരീസിന് ഒരു ആവറേജ് സീരീസ് എന്ന് പറയും. ഞാൻ കണ്ടിട്ടുള്ള ഒരു ആവറേജ് സീരീസ് തന്നെ. ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊരു ഹൈപ്പിംഗ് മൊമെൻ്റ് ഉണ്ടെങ്കിലും ഒരു മൊത്തത്തിലൊരു ആവറേജ് എന്ന് പറയാൻ പറ്റുള്ളൂ. 13 എപ്പിസോഡ്സ് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് സീസൺ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഇതൊരു ഗെയിം വേൾഡിലേക്ക് പോകുന്ന നമ്മുടെ മെയിൻ ക്യാരക്ടർ ഗെയിം കളിക്കുകയാണ്. ഗെയിം വേൾഡിലേക്ക് ഇമ്മേഴ്സീവ് ആയിട്ടൊരു ഗെയിം വേൾഡിലേക്ക് പോവുകയാണ്. മറ്റേ ഒരു ഗ്ലാസും ഹെൽമെറ്റും ഒക്കെ വെച്ചിട്ടാണ് അയാൾ ഗെയിം കളിക്കുന്നത്. ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു ദിവസം നമ്മുടെ ഇവിടുത്തെ ഒരു ദിവസം 1 മണിക്കൂർ അങ്ങോട്ട് അവിടെ 3 ദിവസമോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് അവർ സ്കെയിൽ വരുന്നത്. പിന്നെ ഇടയ്ക്ക് ബാനൊക്കെ ഉണ്ട്. ഒരു വട്ടം മരിച്ചു പോയെങ്കിൽ ഒരു 24 മണിക്കൂർ കളിക്കാൻ പറ്റില്ല, അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പം ആ ഒരു റൂൾസ് ഒക്കെ നല്ല രസമാണ്. പിന്നെ അവർ വേൾഡിൽ ചെല്ലുമ്പോൾ അവൻ മൊത്തത്തിൽ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യുന്നു. അവൻ്റെ എന്താ പാർട്ട്ണർ പോലത്തെ ഒരു ക്യാരക്ടറിനെ ചൂസ് ചെയ്യും. പാർട്ട്ണർ അല്ല എന്ന് പറയുന്നത് ഒരു എന്താ പറയുക അസിസ്റ്റൻ്റ് പോലൊരു ക്യാരക്ടറിനെ ചൂസ് ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞിട്ടൊരു കഥയാണ്. നല്ല രസകരമായ ഒരു കഥയാണ്. കാരണം ഒരു ഗെയിമിനുള്ളിൽ കളിച്ചു പോകുന്നു. ഓരോ പ്ലേയേഴ്സും അവിടെ എന്ത് ചെയ്താലും അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അത് ഇപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അവിടെ ബിൽഡിങ് പണിഞ്ഞിട്ട് പോയാൽ എത്ര വർഷം കഴിഞ്ഞാണെങ്കിലും ഇല്ല ഏത് സ്ഥലത്തു നിന്ന് വരുന്നവർ വന്നാലും അത് കാണാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു വേൾഡാണ് ആ ഒരു ഗെയിം വേൾഡ്. നല്ല രസകരമാണ്, കണ്ടുകൊണ്ടിരിക്കാം. ആവറേജ് എന്ന് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഹൈലി റെക്കമെൻഡഡ് അല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കഥ കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. കാരണം ഒരു തള്ളി വിട്ട് കാണിക്കുന്ന ടൈപ്പൊന്നും അല്ല ഞാൻ പറയുന്നില്ല. അങ്ങനെ അത്രയ്ക്ക് റെക്കമെൻഡഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല. കണ്ടിരിക്കാം, എനിക്കും ഇഷ്ടപ്പെട്ടു. ഞാനും കാരണം ഓരോ എപ്പിസോഡ്സിലും കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കഥയും നല്ല രസകരമായിട്ടുള്ള ഒരു ആനിമേഷൻ വളരെ നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കാണുക. യൂട്യൂബിൽ ലിങ്ക് കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അതിനെപ്പറ്റിയുള്ളൊരു കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾക്ക് സീരീസ് തോന്നിയത്? ആ ഒരു 6.1 മുകളിലുണ്ടോ അതോ അതിലും താഴെയാണോ? എങ്ങനെയാണ് നിങ്ങളുടെ റേറ്റിംഗ് എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരെ കാണുന്നവർ ബൈ.